ഇത് ക്ലാര, ഞാൻ മേരി. ഞങ്ങള് ട്വിൻസ് ആണ്. ആണാ? പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ മനസ്സിലാവില്ലായിരുന്നു. ഞാൻ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാന്ന് വിചാരിച്ച മുഖത്തൊരു ചവിട്ട് വന്ന് നന്നായി വേദനിച്ചല്ലേ. ഇതെല്ലാം നിത്യജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു തമാശകളല്ലേ? പിന്നെ ചേട്ടൻ ചുമ്മാ പോളിയല്ലേ? ആണ്. അന്നാ കോളേജ് വെച്ച് പോലീസുകാരൊക്കെ ഇടിച്ചെറുപ്പിച്ചപ്പോ എന്താ ആവേശമായിരുന്നു. അത് കണ്ടപ്പോ തൊട്ട് വിചാരിച്ചാ ഞാൻ ചേട്ടനെ ഒന്ന് പരിചയപ്പെടുന്നത്. അതാ ക്ലിൻഡും പിള്ളേരും. അവരൊക്കെ എന്റെ കൂടെ ടായ്ക്കൊണ്ടോ പഠിക്കുന്ന. ക്ലാസ് വെച്ച് ചെറിയൊരു കൽപ്പസി ഞാനാന്ന് വിചാരിച്ച അവന്മാർ ഇവളുടെ അടുത്ത് പോയെ. മേരി, നമുക്ക് പോവാം. വെയിറ്റ് ചെയ്യ്, നിക്കുന്നേ. ഈ തൈക്കോണ്ടോ അതെന്തോണ്ടോ? ടായ്ക്കൊണ്ടോ, കരാട്ടെ, കംഫു കേട്ടിട്ടില്ലേ? ഓ, ഈ അടിയിടി ചവിട്ടി വയറ്റത്തിട്ട് കുത്ത് ആ പരിപാടിയല്ലേ? മേരി, നീ വരുന്നുണ്ടേ, വാ, ഞാൻ പോവാം. വെറുതെ ചുമ്മാ ഷോ ഓഫ്. ചേട്ടാ എന്നാ ഞാൻ പോട്ടെ, നാളെ കോളേജിൽ കാണാം. ചക്ക പോട്ടെ. അപ്പൊ മറക്കണ്ട, മേരി ക്ലാര. മേരി ക്ലാര ആരാ? ആ കൺഫ്യൂഷൻ. ഞാൻ ചെക്കനും നീ ചേട്ടനല്ലേ? എന്താണ് പ്രോപ്പറായ അറ്റൻഡൻസ് ഇല്ല. അസൈൻമെന്റ് എങ്കിലും ചെയ്തോ? തനിക്കൊക്കെ ഇന്റേണൽ മാർക്ക് എങ്ങനെയാണോ ഞാൻ തരുന്നത്? കോലം കണ്ട അവന്റെ. നാളെ ഈ മുടിയൊക്കെ വെട്ടി എന്നെ പോലെ വൃത്തിയായി കുളിച്ച് ക്ലാസ് കയറിയാൽ മതി. പോ, കടക്ക് പുറത്ത്. അവന്റെ ഒരു ന്യായീകരണം. എന്റെ ആദരം ആരതിയെ കറങ്ങി തിരിഞ്ഞിട്ട് ചോടിയൊരു ഇന്നലെ തുടങ്ങിയതാണല്ലോ. പുതിയ പാഠമാണ് ദ്വാരക. ഞാൻ മദിരാശിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഈ സംസ്ഥാനത്തിലെ സാമാന്യ പഠിപ്പിന്റെ മേലധ്യക്ഷനായിരുന്ന ഡോക്ടർ ഡങ്കൻ സാഹിബിന്റെ ഉപദേശപ്രകാരം എന്താ നിങ്ങളുടെ ഉദ്ദേശം? വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ രണ്ടാളും. ഞാനിവിടെ പറയുന്ന എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? റെഡ് കാർഡ് ഉറപ്പായി. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇന്ന് നിർത്തിക്കോണം. മിണ്ടരുത്. നീ അസൈൻമെന്റ് വെച്ചായിരുന്നോ? രണ്ടാളെ എന്റെ ക്ലാസ്സിൽ കൊണ്ടുപോകരുത്. ഇറങ്ങ്. അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ? ഇവിടെ നല്ല കാറ്റ് കിട്ടും. കഷ്ടായി പോയല്ലേ. നിങ്ങൾ എന്താ പുറത്തേക്ക് ഫ്രീ ആണെങ്കിൽ ഒരു 200 പക്ഷെ പഠിക്കാം. 200 ചുമ്മാ ഇവിടെ കുറച്ച് കാറ്റ് കിട്ടുമല്ലോ. കാറ്റ് കൊള്ളണമെങ്കിൽ താമല്ല പാർക്കിലോ ബീച്ചിലോ മൊബൈൽ ടവറിന്റെ മുകളിൽ പോയി നിൽക്കടാ. ക്യാമ്പസിൽ വന്നിട്ട് എനിക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കില്ലേ? സാറേ, എങ്ങനെയെങ്കിലും ഞങ്ങളെ എവിടെ പുറത്തുനിന്ന് സാർ, എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് അകത്തേറ്റ് സാർ. പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് സാർ. പഠിക്കുന്ന പിള്ളേർ പുറത്തേക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളെ അകത്തേറ്റ് തരാം. ഒന്ന് സംസാരിക്കുക. സഹായം കൊണ്ട് വിദ്യുത് ശക്തി ശാസ്ത്രപടവും മിസ് മേഴ്സി നയനാൻ പിള്ളേരുമായിട്ട് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഞാൻ ഒന്ന് ക്ലാസ് എടുത്തോട്ടെ, അല്ലെങ്കിൽ സാർ വന്ന് പഠിപ്പിക്കേ. കുറെ നാളായി. സോറി മിസ് മേഴ്സി നയനാൻ. ഈ പിള്ളേര് അവര് പോയി. എന്താ തോന്നിട്ടുണ്ടാവും? നമ്മുടെ പ്രശ്നം തീർക്കാൻ പോയി സാറിന് എന്ത് പറ്റിയാ? ഇനിയിപ്പൊ ക്ലാസ്സിൽ കയറാൻ പറ്റൂല. നമുക്ക് ക്യാൻറ്റീനിൽ പോയാലാ? ഇതവളല്ലേ ക്ലാര മേരി? ഇത് മേരിയാണ് ഉറപ്പിച്ച്. അതെങ്ങനെ മനസ്സിലായി? തുള്ളി ചാടി പറഞ്ഞ കണ്ടാറിനൂടെ മേരിയാണ്. ഹായ് ചേട്ടനെ ഞാൻ രാവിലെ മുതൽ നോക്കുകയാണ്, കണ്ടില്ല. നിങ്ങളുടെ ക്ലാസ് ഒക്കെ എവിടെയാണ്? ഞങ്ങളുടെ മോളില് BA മലയാളം. മേരിയുടെ ക്ലാസ് എവിടെയാ? ഞങ്ങൾ ഫസ്റ്റ് ഇയർ എംഎക്കാരുടെ. ഓ, അവിടെയാണല്ലേ. എന്റെ പേരൊക്കെ ഓർമ്മയുണ്ടല്ലേ? പിന്നല്ല. എങ്ങനെയുണ്ട്? എന്താണ് രണ്ടുപേരും കൂടെ? ക്ലാസ് ഒന്നുമില്ലേ? ക്ലാസ്സിൽ ഭയങ്കര ചൂടയില്ല. കാറ്റ് കൊള്ളാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയത്. എന്നിട്ട് കാറ്റ് കിട്ടിയാ? അല്ല, മേരിക്കുന്ന ക്ലാസ് ഇല്ലേ? ക്ലാസ് ചുമ്മാ ബോറാ. ഒരു സിനിമയ്ക്ക് പോവാന്ന് കരുതി 2 ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അവള് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നില്ല. ആണാ? എന്നാ ടിക്കറ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോവാല. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കോ നമുക്ക് രണ്ടുപേർക്കോ അങ്ങനെ ആർക്കാണെങ്കിലും പോവാല. വെറുതെ ടിക്കറ്റ് വേസ്റ്റ് ആക്കണ്ടല്ലോ. എല്ലടല്ലേ? പുതിയ പടാണോ? അല്ല, പഴയ പടമാണല്ല തിയേറ്ററിലിട്ട് കളിക്കണതേ. നല്ല ഡിക്കാച്ചി മൂവിയാണ്. ചേട്ടൻ വരുന്നുണ്ടോ? വേറെ പണിയൊന്നുമില്ലല്ലോ. 11 മണിയുടെ ഷോ ആണ്. വാ, സമയമില്ല. വാ, സമയമില്ല. 1 മിനിറ്റ് ഇതൊന്ന് പിടിച്ചേ. കേറിയിട്ട് പോവാ നമുക്ക്.
വെറുതെ അല്ല കോളേജിൽ പിള്ളേരില്ലാത്ത. അടിപൊളി മൂവി ആയിരുന്നല്ലേ? ഇടൂ. ഒരൊറ്റ വെട്ടിനെ ഫുട്ബോൾ തട്ടി തെറിപ്പിക്കുന്ന പോലെയല്ലേ തല വെട്ടിയത്? ഇതൊക്കെ റോക്കി ബൈക്ക് സിമ്പിൾ ആയിരിക്കും അല്ലേ? പിന്നല്ല, ഒരു പൂ പറിക്കുന്ന ലാഭത്തോടെ സിമ്പിൾ. ചേട്ടന് പറ്റുമോ ഇതുപോലൊക്കെ? ഇപ്പൊ പറ്റൂല, നാളെ ആവട്ടെ. തമാശക്കാരൻ. ചേട്ടോയ് എന്തോടി? ചേട്ടൻ ആരാ ഈ പേരിട്ടത്? എന്റെ അപ്പൂപ്പൻ, അല്ലാണ്ട് പിന്നെ ആരാണ്? അപ്പൂപ്പനൊക്കെ ഇപ്പോഴും ഉണ്ടോ? ആ ഉണ്ടെന്നേ. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? അപ്പൂപ്പൻ, അമ്മ, മേമ, പാപ്പൻ, മേമയുടെ മോൾ അഴക്, അച്ഛനില്ല, കുവൈറ്റ്, പിന്നെ ഞാൻ. ഒരുപാട് പേരുണ്ടല്ലോ. ഞാൻ ഒരു ദിവസം വരാം. എന്തിന്? ചുമ്മാ എല്ലാരും കാണാലോ. അങ്ങനെ. അയ്യോ വണ്ടി. അപ്പൊ ശരി, പിന്നെ കാണാം. ബൈ. എങ്ങോട്ടാ പോന്നെ? ഞാൻ ആക്കി തരാം. ഞാൻ എങ്ങനെയെങ്കിലും നടന്നു പോകണം. കേറിയേട്ടാ. അയ്യോ കുട്ടിക്ക് മുന്നോട്ടാ. ഒരു ബുദ്ധിമുട്ടും സോറി. അമ്പോ, ഇതേത് വീട്? ഇതാ എന്റെ വീട്. ആണാ? ആ വാ കേറിട്ടോ. അല്ല, എനിക്ക് പെട്ടെന്നൊന്ന്. ആ പെട്ടെന്ന് കേറിട്ട് പോവാം. വാ. എന്റെ അമ്മോ, ഇതാണോ ആ പടുകൂറ്റൻ ബംഗ്ലാവ്? ദൈവമേ. ഒന്നുമില്ല. അയ്യോ. ഇവിടെ പോയി. പോയി. ഇയാളാരാ? ആരാങ്ങള്? ഞാൻ മേരി. ആ മേരിയോ? മേരിയുടെ മോളല്ലേ? ഇയാളാരാന്നാ ചോദിച്ചേ? പപ്പ ഇതാ സുരേട്ടൻ. ഞാൻ പറയാറില്ലേ? അതെ മേരി. ഓ ലൈലാസുരൻ. ആ മോള് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴാണ് കാണാൻ സാധിച്ചത്. ദ ബോൾഡ് ആൻഡ് സ്മാർട്ട് കമറേൻ അല്ലേ? ലാൽ സലാം സഖാവേ. ഇരിക്കി. ലാൽ സലാം. ചേട്ടാ ഇതെന്റെ പപ്പ തോമസ് കുര്യൻ. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കും. എൻഗേജ്മെന്റ് കാർഡ് കുറച്ച് സാമ്പിൾസ് വന്നിട്ടുണ്ട്, മോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. എനിക്കൊന്നും വയ്യ, പപ്പ എന്നെ നോക്കിയാ മതി. ആ അപ്പൊ നമ്മൾ എവിടെ സംസാരിച്ച് നിർത്തിയേ? അല്ല, നിർത്താനായിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല. അത് ശരി. ആരുടെ എൻഗേജ്മെന്റിനെ പറ്റി ഞങ്ങൾ നേരത്തെ പറഞ്ഞു? മേരിയ പറഞ്ഞു തീർക്കട്ടെ. മേരിക്ക് ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട്, ക്ലാര. അവളുടെ പയ്യന്റെ പേര് യോഹന്നാൻ. അവനങ്ങ് യോക്കോഹാമേല ഓട്ടോമൊബൈൽ എഞ്ചിനീയറാ, ജപ്പാനിൽ. ഞാന് സമയമുള്ളതുകൊണ്ട് വിശദമായി ഞാൻ വിളിക്കുന്നുണ്ട് അസുരനെ, കേട്ടോ? അസുരനല്ല, ലൈലാസുരൻ. ആ ലൈലാസുരൻ. സോറി. ഏതായാലും വന്ന സ്ഥിതിക്ക് ലൈലാസുരൻ ഇതിൽ നിന്നൊരു കാർഡ് സെലക്ട് ചെയ്യും. അതെ, ഞാനാ? പിന്നെ യങ്സ്റ്റേഴ്സിന്റെ ട്രെൻഡ് അല്ലേ നമുക്ക് വേണ്ടത്? ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഇത് കൊള്ളാം. പക്ഷേ ഇതോ? എടുത്താ പറയും. ഞാൻ പറഞ്ഞോ? അങ്ങളെ ഞാനെല്ലാം ഇയൊക്കെ എന്തോ കുഴപ്പമുണ്ടല്ലോ. കൊള്ളാം. നേരിടല്ലോ പപ്പ. എന്റെ അമ്മോ, എന്ത് വലിയ വീടാ. മേരി എന്തിനാ പേട്ടക്കാച്ചി കോളേജിൽ പഠിക്കാൻ? പിന്നെ നമുക്ക് എം എ എടുക്കാൻ കൂടെ ചേർന്ന. ഒരു മാനേഴ്സ് ഇല്ലാണ്ടല്ലോ റൂമിലേക്ക് കയറി വരുന്നത്. സോറി, ഞാൻ കണ്ടില്ല, ക്ഷമിക്കണം. ചേട്ടൻ വാ. അല്ലാതെ ഞാൻ വീട്ടിൽ പോക്കോട്ടെ, എനിക്ക് സന്ധ്യക്കുള്ളിൽ വീട്ടിലത്. ഒരു സൂത്രം കാണിച്ചു തരാം. എന്ത് സൂത്രം? ഹായ്, ദേ ഇത് ഒരുപാടുണ്ടല്ലോ. ആ മഞ്ഞ കൊറേ കളേഴ്സ് ഉണ്ടല്ലോ. ആ ബ്ലാക്ക്. ഇത് ഏത് കടന്ന് മനസ്സിലായോ? ആറാമത്തെ വയസ്സ് തുടങ്ങിയതാ. ആണോ? ഇതെങ്ങനെയുണ്ട്? ആ കൊള്ളാം. ഇതുപോലെ ഒരുപാടുണ്ട്. അതെ, ബാക്കിയൊക്കെ പിന്നെ കാണാം. ഞാനെന്നാ പൊക്കോട്ടെ. ആരും കഴിക്കാത്ത കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. ഇത് ചേട്ടൻ മേമയുടെ മോൾക്ക് കൊടുത്തോ. അപ്പൊ ശരി. ഭാഗ്യം, രക്ഷപ്പെട്ടു. നല്ല ബെസ്റ്റ് ഫാമിലി. എല്ലാവർക്കും വട്ടാണ്. കാറേട്ടാ. അയ്യേ ചേട്ടാ. അവിടെ എടാ,
എന്റെ നിഗമന വീക്ഷണത്തിൽ എവിടേക്കോ ചില ലോജിക്കൽ പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഇടിക്കാച്ചി പെങ്കൊച്ച് നിന്നെ കൊണ്ടേ പോകും. അതൊന്നും ശരിയാവില്ലടാ, അവരൊക്കെ വലിയ കാശുകാരല്ലേ. നല്ല മിഠായാണല്ലോ. ആണാ? അവളെ മേകാരിയല്ലേ? അതെ. പിന്നെന്തിനാണ് അവളെ നിന്റെ പുറകെ ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് ഇറക്കണത്? അവളെന്താണ് എന്നെ ചേട്ടാ ചേട്ടാന്ന് വിളിക്കണത്? പ്രേമം. ഇത് പ്രേമൊന്നും ആയിരിക്കില്ലടാ ഫിഫു, ഇത് വല്ല ആരാധന ആയിരിക്കുള്ളൂ. ആരാധിക്കാൻ നീ ആരാണ്? എടാ ഞാനേ സെക്കൻഡ് ഈസി റെപ്പാണ്, സെക്കൻഡ് ഈസി റെപ്പ്. ആ പാർട്ടിക്കാരൻ നിഷറക്കണ്ടട്ടാ. എന്തിന്? അതവര് വരുമ്പോ നിന്നോട് പറഞ്ഞു. എടാ ഒരു പെണ്ണും നമ്മളോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടം പറയൂല, അവര് നമ്മൾ ഇങ്ങനെ മോഹിപ്പിച്ചോണ്ടേയിരിക്കും നമ്മൾ അവരോട് ഇഷ്ടമാണെന്ന് പറയണവരെ. അയ്യോ, അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ഇഷ്ടം പറഞ്ഞില്ലെങ്കിലോ? അവര് വേറെ കല്യാണം കഴിച്ചു പോകും. അയ്യോ. എന്നിട്ട് ഒരു കൊച്ചൊക്കെ ആവുമ്പോ കൊറേ നാള് കഴിഞ്ഞ് വാട്സാപ്പിൽ നിനക്കൊരു മെസ്സേജ് വരും, ചേട്ടാ എനിക്ക് ചേട്ടൻ പണ്ട് ചേട്ടൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. അയ്യോ, അത് ഭയങ്കര കഷ്ടായി പോലെടാ ഫിഫു. പിന്നെ ഭയങ്കര കഷ്ടായി. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, നമ്മൾക്ക് ഇഷ്ടമുള്ളവരെയല്ല നമുക്ക് ഇഷ്ടപ്പെടണ്ടേ, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. എന്നാലേ ലൈഫിൽ അർത്ഥം ഉണ്ടാവും. ഇങ്ങനെ എല്ലാം കൂടി വലിച്ചു കേട്ടിട്ടുള്ള ഫിഫു ഓരോന്നായിട്ട് തിന്നെ വെള്ളം. നീ അത് വീണ്ടും കൊടുക്കണം. ഏത്? എടാ നിന്റെ ഒരു പേട്ടാപ്പള്ളി കത്തിൽ ആരെയും കാണിക്കാണ്ട് പൊരുത്തി കൂട്ടി വെച്ചാണത്, അത് മേരിക്കുള്ളതാ. നീ ഇത്ര നാൾ കാത്തിരുന്നതും അവക്ക് വേണ്ടിയാണ്. ഇതൊന്നും നടപടിയാവില്ല ഫിഫു. ഇനി ഒരാളുടെ മുമ്പിൽ കോമാളിയവൻ ഈ ലൈലാസറിനെ കിട്ടില്ല 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 കിട്ടില്ല. മാം, ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ചർച്ച് ക്ലാസിക്സ് അത് ജോർജ് മേനച്ചേരിയുടെ അല്ലേ? അത് അപ്പുറത്തെ സെഷനാ, ഞാൻ എടുത്തു തരാം. ഓക്കെ മാം. ആഹാ, ഇവിടെ വിളിച്ചേക്കാണല്ലേ കള്ളി. മോളെ ബുക്ക് കിട്ടിട്ടോ? ചിരിണ്ട്. ഓ മേരി ഫിക്സ്. ഹായ്, എനിക്ക് കുട്ടിയുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം കുട്ടിക്ക് എന്നെ ഒരുപാട് 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 ഇഷ്ടമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെയല്ല, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടതെന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലെന്റെ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം കുട്ടിക്ക് എന്നോടുള്ള ഇഷ്ടത്തിന്റെ ഇഷ്ടത്തോടുകൂടി വായിച്ചു നോക്ക്, ഇഷ്ടപ്പെടും. താൻ ഏത് കാലഘട്ടത്തിലാ ജീവിക്കുന്നത്? കുറച്ചെങ്കിലും മെച്യൂരിറ്റി ഉണ്ടാവണം. ഇഷ്ടം പറയാൻ വന്നിരിക്കുന്നു, കഷ്ടമുണ്ട്. വഴി മാറും. എവിടെ ചെന്ന ലോനാണോ? ഇതല്ലേ ബുക്ക്? താങ്ക് യു മാം. ഓക്കെ. മേരി അല്ലേ? മേരി എന്താ ഇവിടെ? അപ്പ അകത്താരാ? ക്ലാര. ആഹാ, അപ്പ ശരി. അപ്പ ലൈല അകത്തുണ്ട്. അവൻ പെട്ട്. ക്ലാര ആരാണവള്? എനിക്ക് പറ്റിട്ടില്ല എന്ന് പറയാനായിട്ട് ആരാണവള്? മേരി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്കറിയാം ലൈലൂന് എന്നോട് ദേഷ്യാണെന്ന്. അല്ല, അതിപ്പോ ആർക്കായാലും ദേഷ്യം വരും. അന്ന് ആ സിറ്റുവേഷനില് ലൈലൂന് വിഷമാവാണ്ടിരിക്കാനാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. സത്യം പറഞ്ഞ വിശ്വസിക്കോന്ന് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പറയാം. എനിക്ക് ചൊവ്വാദോഷാണ്. സത്യായിട്ടു. അതിന് നീ ഏതാണ്? ലൈലു ഞാനാ, സരോജാദേവി. ആരാണ് നീ? ഏതാണ് നീ? മാറിക്കങ്ങട്. അവിടെ അച്ഛനെ ചൊവ്വല ലോട്ടറി ടിക്കറ്റ് കൊടക്കള്ളി. ഇന്നൊരു സംഭവം ഉണ്ടായി. എന്ത്? ഞാൻ നിന്നോട് എപ്പോഴും പറയാറില്ലേ ഒരു ചേട്ടനെ പറ്റി. ഏത്? ആ പൊളിയൻ ചേട്ടനാ? സുരേട്ടൻ. പുള്ളി വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞു. ആരോട്? നിന്നോടാ? എന്നോടല്ല, അവളോട്. ക്ലാരനോടാ? എന്നിട്ട് അവളെന്ത് പറഞ്ഞു? അവളെ ആട്ടി വിട്ടെന്ന് തോന്നുന്നു. പാവൻ ചേട്ടൻ. നല്ലതല്ലേ? അവളുടെ എൻഗേജ്മെന്റ് ഒക്കെ അല്ലേ വരുന്നത്? എനിക്ക് ഇഷ്ടമല്ല അയാളെ. യോഹന്നൻ അല്ലൊരു മോരടനാ. അസുരേട്ടൻ പൊളിയാണ്. പുള്ളി ക്ലാരനെ കോളേജിൽ വന്നപ്പോ തൊട്ടുള്ള നോട്ടാ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അതും പറഞ്ഞ് നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ഈ നാട്ടിൽ വന്ന ശേഷം ലൈഫിന് ഒരു ത്രില്ലില്ലായിരുന്നു. ഇനി ഇതങ്ങ് സെറ്റ് ആയെങ്കിൽ ഫുൾ അഡ്വഞ്ചർ ആയിരിക്കും. അടിയും ഇടിയും ഡാൻസും പാട്ടും നല്ല രസമായിരിക്കും അല്ലേ? എന്താണ് രണ്ടുപേരും? ചെറിയൊരു പ്രശ്നമുണ്ട്. ഇന്ന് പ്രാക്ടീസ് ഒന്നുമില്ല മേരി. ടൂർണമെന്റിന് അടുത്തു. ഗെറ്റ് റെഡി. ഫോളോ. കം ഓൺ കം ഓൺ. ആദ്യം ക്ലാര ഒക്കെ അടിക്കണം. പപ്പ സമ്മതിക്കണം. പിന്നെ പപ്പയൊക്കെ ആണെങ്കിൽ ക്ലാര ഒക്കെ ആവും. ആവുമായിരിക്കും. മാധവ്, അതൊരു പ്രശ്നമാ. എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ധൈര്യം വേണം. അത് പുള്ളിക്ക് ആവശ്യത്തിനുണ്ട്. പുള്ളി മാസല്ലേ. നോക്കിക്കോളാം. കളഞ്ഞത് എല്ലാത്തിനും ഞാൻ തന്നെ വേണം. എടാ ഫിഫു, ഇതിലൂടെ ചക്കക്കുരു ഇടാൻ പറഞ്ഞു. ഓ ശരി.
മോശായിപ്പോയി മോശമൊന്നുമല്ലല്ലോ, നല്ല ഒക്കെയാണ്. ഒന്ന് കഴിച്ചു നോക്കിയേ. എന്നാ നീ മിണ്ടരുത്. അവളുടെ ചേച്ചിയുടെ മുമ്പിലേ ഞാൻ മണ്ടനായിപ്പോയി. നീ ഒട്ടുവരുത്താൻ കാരണമാണ് തെണ്ടി. ഞാൻ എന്ത് ചെയ്തെന്നാണ് അവരൊരേ ഒല്ലിക്കണേ? ഞാൻ എന്ത് ചെയ്യാനാണ്? അതെന്താന്നറിയോ, എന്റെ ഉഷ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ട്വിൻസ് ആണെങ്കിലേ ഒരേപോലെ ഇരിക്കത്തുള്ളൂ. അതൊരു പുതിയ അറിവാണ്. ഒരു കാര്യം ചെയ്യ്, ഈ ചക്ക എഴുന്നിട്ട് മിണ്ടാതിരി. ക്ലാര എന്നാലും എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? നാളെങ്കിലും മേഴ്സി ടീച്ചർ ഒന്ന് ക്ലാസ്സിൽ കയറ്റിയാൽ മതിയായിരുന്നു. നാളെ കുറച്ച് ചക്കയായിട്ട് പോയാലോ? ചക്കക്കുരു ഇട്ടിട്ടുണ്ട്. ഇനി അതും പറഞ്ഞ പരാതി പറയാൻ നിൽക്കണ്ട. മേരിയ ചേട്ടൻ നല്ല പണി കാണിച്ച. എന്താ പെട്ടെന്ന് പോയി കളഞ്ഞേ? ഞാൻ കൊറേ നോക്കി. ഹായ് ചക്ക. ഞാൻ വൈകിട്ടെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. അത് ഞാൻ മേരിയാന്ന് വിചാരിച്ച് ക്ലാര ഒന്ന് പറയാണ്ട് പറ്റിപ്പോയതാ. സോറി. എന്ത് പ്രശ്നം വന്നാലും കട്ടയ്ക്ക് കൂടെ നിക്കോ? മേരി എന്റെ കൂടെ വെക്കോ? ചേട്ടന്റെ കൂടെ ഞാൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും പോട്ടെ പോലെ നമുക്ക് ഇടിച്ചേക്കാം. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. എന്താ പ്രശ്നം? മെയിൻ ആയിട്ട് 3 കാര്യങ്ങളുണ്ട്. 1, ചേച്ചിക്ക് ഇഷ്ടപ്പെടണം, പാപ്പയ്ക്കും ഇഷ്ടപ്പെടണം, എന്നല്ല സമ്മതിക്കും. 2, മാമോദിസം മുങ്ങണം. മാമോസിയ ഞാനാ? അപ്പൊ 3-മത്തെ 3 തേക്കൊണ്ട് പഠിക്കണം. മറ്റേ ഡിഷും ചക്ക തീർന്നോ? നല്ല കിളിച്ചോട്ടും ചക്കയാണ്, ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. പോട്ടേട്ടാ. ആരത്? മേരി. മേരിയ? അവളെന്തിപ്പോ ഇങ്ങോട്ട് വന്നേ? അവൾക്ക് ഒരാളെ ഇഷ്ടാണെന്ന്. ആരെ? മേരി നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ? എന്റെ കൂടെ ഉണ്ടാവോന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നമ്മൾ ഇഷ്ടപ്പെടേണ്ട ആളെയല്ല നമ്മൾ ഇഷ്ടപ്പെടാൻ. അവൾക്ക് പക്ഷേ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. എന്ത് ഡിമാൻഡ്? എടാ, ആദ്യം തന്നെ അവളുടെ ചേച്ചിക്കും അച്ഛനും എന്നെ ഇഷ്ടപ്പെടണം. അതിനെന്താ കുഴപ്പം? നാളെ നീ ആ വീട്ടിലേക്കല്ലേ കയറി ചെല്ലണ്ടേ? അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടണ്ടേ? ആയിട്ടുള്ള കാര്യം അല്ലേ? പിന്നെ അവൾ പറഞ്ഞു മാമോദിസം വാങ്ങണമെന്ന്. ഞാൻ തന്നെ, പിന്നെ വേറെ ആര്? ഇങ്ങോട്ട് നോക്ക്. മേരി നിന്റെ ഭാഗ്യം. വല്ല മൈമുനെയും ഫാത്തിമേനെ നീ പെട്ടുപോയനെ. റിസ്കിന്റെ കാര്യം പറഞ്ഞപ്പോ 3-മത്തെ കാര്യം ഇത്തിരി റിസ്കാ. എന്താ? എടാ, എന്നോട് തൈക്കോണ്ട പഠിക്കാൻ. ഞാൻ എന്തിനാണോ തൈക്കോണ്ട പഠിക്കണേ? മനസ്സിലാവുള്ളൂ. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, മേരി ചിലപ്പോ ഉദ്ദേശിക്കുന്നത് നീയും മേരി അടങ്ങുന്ന ഒരു കൊച്ചു മാർഷൽ ആർട്സ് കുടുംബം അല്ലേ? എനിക്ക് കുഴപ്പമൊന്നും തോന്നല്ല. എന്തെങ്കിലും കുഴപ്പം തോന്നണ്ട? ശരിയായിരിക്കും അല്ലേ? ഇങ്ങനെയായിരിക്കുമല്ലോ ഓരോരുത്തരും നമ്മുടെ ലൈഫിലേക്ക് ഇടിച്ചേറി വരുന്നത്. അല്പം പിടിവാശി ഉണ്ടെങ്കിലും ആളൊരു പാവല്ലടാ ഫിഫു. പഞ്ചപാവം. അന്തം വിട്ടൊരു പെണ്ണാണ്, അല്ലി മലർക്കൊടി അഴകാണ്, അരിപൊഴി ചിതറണ ഇടിയാണ്, അപകടമൊക്കെ ആണ്. അന്തം വിട്ടൊരു പെണ്ണാണ്, അല്ലി മലർക്കൊടി അഴകാണ്, അരിപൊഴി ചിതറണ ഇടിയാണ്, അപകടമൊക്കെ. എട്ടുംപൊട്ടും തിരിയാത്ത പ്രായമാണ് പെണ്ണെ എന്ന് കുത്തി കുത്തി പറഞ്ഞൊരു കുരിപ്പിനെ പിടിച്ചിട്ട് പല്ലുമോണം ചേരുന്നിടം അടിച്ചൊന്ന് തെറിപ്പിച്ച് പല്ലുപോയ വഴിയിൽ പുല്ല് ചെത്തി നടന്നിട്ട് ഒരു വെട്ടി ഇറങ്ങി സമയത്ത് ഒരു വെട്ടി അറിവും അഴകാണ് അവളൊരുട്ടിയും. ഈ വർഷത്തെ ക്രിസ്മസ് അതെങ്ങനെ? അതെന്താന്നറിയോ? കഴിഞ്ഞ വർഷത്തെ ഓണം മുമ്പാണ് ഇതുകൊണ്ട് ആ നിക്കണത്. ചിന്തും ചോലാമുക്കി തൻ പൂന്തേൻ കിണ്ണം, കണ്ണില് കരട് കവിളില് കളറ്, മിന്നി മിനുങ്ങണ മൂക്കിൻ കല്ല്, വാരിയെല്ല് വളഞ്ഞു കുനിഞ്ഞ. എനിക്കെങ്ങനെ അറിയാനാ? മോളെ next
അന്തം വിട്ടൊരു പെണ്ണാണ്, അല്ലി മലർക്കൊടി അഴകാണ്, അരിതൊരു ചിതറണ ഇടിയാണ്, അപകടമൊക്കെ ഞാന്. അന്തം വിട്ടൊരു പെണ്ണാണ്, അല്ലി മലർക്കൊടി അഴകാണ്, അരിപൊരി ചിതറണ ഇടിയാണ്, അപകടമൊക്കെ. നാനാനേ 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 നാനാനേ. നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നെന്ന് അറിയോ ചേട്ടന്? ഷാജഹാൻ ദൈവം ഇതാണ് ആ ഏ ഇതാ ആ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ആ പിന്നല്ല, ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് സമ്മർ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, സൂപ്പറാണ്. പിന്നെ ചേട്ടാ ക്ലാരയുടെ എൻഗേജ്മെന്റ് ആവാറായി. അത് നമുക്ക് പൊളിക്കാം. കാര്യമായിട്ടും ഐ കോൺഫേം? ഫുൾ കോൺഫേം. പിന്നല്ല, പൊളിച്ചെടുക്കണം. അത് കേട്ടാ മതി. ചേട്ടാ ചേട്ടൻ എന്തെങ്കിലും തിരക്കുണ്ടോ? ഇപ്പൊ പോണോ? എന്ത് തിരക്ക്? ഈ സൂര്യാസ്തമയ സമയത്ത് ഇവിടത്തെ തിരുമാലകളെ നോക്കിയിരിക്കാൻ എന്ത് രസമുള്ള മേരി. എന്നാ ചേട്ടൻ ഇവിടെ ഇരുന്നോ, ഞാൻ ഒരു കാര്യം വിട്ടുപോയി. എനിക്ക് 6 മണിക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. പോട്ടെ. ആ ടാറ്റാ. സാധനം. ഗുഡ് മോർണിംഗ് മിസ്. എന്ത് പറ്റി മിസ്? ഏയ് ഒന്നുമില്ല. എം ശ്രീലേഖ മിസ് ബാഡ്മിന്റൺ കളിയില്ലേ? ബാഡ്മിന്റൺ ഒക്കെ നല്ല എനർജറ്റിക് സ്പോർട്സ് അല്ലേ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. സൈന നേവാൾ, ജ്വാല ഗുഡ, PV സിന്ധു. ജോലി രാജിവെച്ച് ടീച്ചറൊക്കെ ബാഡ്മിന്റണിൽ ഇറങ്ങണം. അതിനുള്ള കാലിബർ ഉണ്ട് നിങ്ങൾക്ക്, ഞാനത് കാണുന്നു. ചേട്ടൻ എന്താ ഇപ്പൊ തൈക്കോണ്ടോ ക്ലാസ്സിനൊന്നും വരാത്തെ? മേരി ഭയങ്കര ഉഴപ്പാണ് കേട്ടോ. മേരി ക്ലാര ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇത് നോക്ക്. നീ എന്തിനാണ് ഇതെപ്പോഴാ ലൈലാസന്റെ വാലെ തൂങ്ങി നടക്കുന്നത്? അവനൊരു ലോക തല്ലിപ്പൊളിയാ. അടിയും വീട്ടിയും അവന്റെ ഒരു ഷോ. അതാണ് ലൈലാസുരൻ ചേട്ടൻ. പുള്ളി വെറും ചുമ്മാണ്, അല്ലാണ്ട് ചെലവന്മാരെ പോലെ കിടന്നോ, ചോറുണ്ടോ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നിനക്ക് കുറച്ച് കൂടുന്നുണ്ടോ മേരി? എന്താ സ്വന്തം ലൈഫിൽ തീരുമാനം എടുക്കാൻ കഴിയാത്തവരാരും എന്റെ ലൈഫിൽ ഇടപെടാൻ നിൽക്കണ്ട. അയാളായിരിക്കും എന്താ എടുക്കുന്നില്ലേ? ഇഷ്ടല്ലേ കട്ടി. ഹലോ. ആ കഴിച്ചു. ഇല്ല കിടന്നിട്ടില്ല, കുറച്ചും കൂടെ അസൈൻമെന്റ്സ് പെൻഡിങ് ഉണ്ട്. ശരി, ഗുഡ് നൈറ്റ്. ഇയാൾക്ക് ഇതേ ചോദിക്കാനുള്ളൂ, നിനക്ക് വേറെ പണിയില്ല. നീ നിന്റെ കാര്യം നോക്കൂ, അന്തസ്സുള്ളവരൊക്കെ അങ്ങനെ. നീ നിന്റെ കാര്യം ശരിക്കും ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചാ നിനക്ക് കൊള്ളാം. ഒരു യോഹന. അഭിലാഷ് കുമാർ FM, തന്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. എക്സാം ഹാളിലും ടെൻഷൻ വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. ഇതാ ഇങ്ങനെ ഇൻഹീൽ. ഓളിയായിട്ട് പിള്ളേര് കളർ വെള്ളം കലക്കി ഒഴിച്ചാ. ഞാൻ ഈ ചാപ്റ്റർ നോക്കിയിട്ടില്ല. ഒരു രസമില്ല. അത് ഈ പരീക്ഷ കഴിഞ്ഞ് തോക്കുമ്പോ റെഡി ആയിക്കോളും. അതല്ലടാ, ഞാനും മേരി തമ്മില് എനിക്കെന്തോ എന്തെന്തോ അറിയില്ലടാ.
വെറുതെ എന്താണ് എക്സാം തുടങ്ങിയില്ലേ? ഇപ്പൊ തുടങ്ങും. പിന്നെ ചേട്ടാ, നാളെ കഴിഞ്ഞാൽ നാഷണൽസിന് പോകും. ഇനി കുറച്ച് ദിവസം ഉണ്ടാവില്ല. ഞാൻ വരുമ്പോഴേക്കും ക്ലാരയോടും പപ്പയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് പെട്ടെന്ന് സെറ്റ് ആക്കാൻ നോക്ക്. മറക്കണ്ട, ഇനി അധികം സമയമില്ല കേട്ടോ. അപ്പൊ ശരി, എക്സാം നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. പരീക്ഷ പഠിക്കണേ. അവളുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അവളുടെ ചേച്ചിയോട് പ്രേമാണെന്ന് തോന്നുന്നു. എല്ലാവരും സമ്മതിക്കണേ എനിക്ക് അവിടെ വീട്ടിൽ പോയിട്ട് കല്യാണം ആലോചിച്ചോ പോരെ? നീ ഇതൊക്കെ എന്നോടല്ല ചോദിക്കണ്ട, പോയി അവളോട് ചോദിക്കും. ഞാൻ ചോദിക്കും. അതിനെന്താ ചൂടാവണത്? അല്ല, അയ്യോ അവര് എക്സാമാണ് വന്നങ്ങട്. അതേപോലെ നമ്മളുണ്ട്. അമന്യ എന്റെ തുണ്ടെനിക്ക് തരൂലേ? ഒരാളും കോപ്പി അടിക്കാന്ന് വിചാരിക്കരുതേ, എനിക്ക് പുറകിലും കണ്ണുണ്ട്. മാസങ്ങളായി സ്ഥിരമായി എന്റെ മേശയിൽ ആരോ ലെറ്റർ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാവണം. ആരാണെങ്കിലും കർത്താവിന്റെ നാമത്തിൽ ഇന്ന് തന്നെ വന്ന് മാപ്പപേക്ഷിക്കണം. അതല്ലെങ്കിൽ എത്ര സമയം എടുത്താലും ഞാൻ തന്നെ കൈയക്ഷരം വെച്ച് കണ്ടുപിടിച്ചിരിക്കും. ഏതെന്നാ അറിയണാവോ മിസ്സിനൊക്കെ ലവ് ലെറ്റർ വെക്കണത്? വല്ല സാറുമാരൊക്കെ ആയിരിക്കും. പ്രൊഫസർ HOD തരകനായിരിക്കും. ഇവിടാ എക്സാം എങ്ങനെയുണ്ടാ? നീ ജയിക്കോ? നീ ജയിച്ചാ ഞാനും ജയിക്കും. അപ്പ തോറ്റ്. അല്ല, നമ്മളിപ്പോ എങ്ങോട്ടാണ് പോണത്? നീ നേരത്തെ ഒരു അനൗൺസ്മെന്റ് കേട്ടായിരുന്നു. ഏതൊരു നാരി നമ്മുടെ മേശി മിസ്സിനെ ലവ് ലെറ്റർ വെച്ചല്ലേ? അങ്ങനെ ഏതൊരു നാരല്ല, അത് ഞാനാണ്. നീ എന്താണ് പറയണത്? ഇതൊക്കെ വലിയ പ്രശ്നമാവൂട്ടാ. എന്തുട്ട് പ്രശ്നം? എനിക്ക് മിസ്സിന് ഇഷ്ടമായോണ്ടല്ലേ. ഇഷ്ടം തേങ്ങയാണ്. ആരെങ്കിലും പഠിപ്പിക്കണം മിസ്സിനെ ലവ് ലെറ്റർ വെക്കും, അതും മേഴ്സി മിസ്സിന്. നാറി ഇടിച്ചോണ്ടല്ലോ. നാറികളെ നാറികളാ. അപ്പൊ നീയൊക്കെയാണല്ലേ മിസ് മേഴ്സി നാൻ ലവ് ലെറ്റർ വെച്ചത്? അത് സാറേ, ഇവനൊരു അബദ്ധം പറ്റി പോയതാണ് സാറേ. അത് സാറേ, എനിക്ക് മേഴ്സി മിസ്സിനെ ഒരുപാട് നാളായിട്ട് മിസ്സിനെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി തമാശക്ക് അവൻ ചെയ്തു പോയതാണ് സാറേ. അവന് ടീച്ചർ ഒന്നും കൊടുത്ത് പറഞ്ഞു വിടരുത് സാറേ, പ്ലീസ് സാറേ, പ്ലീസ്. തമാശ കളിച്ച് മിസ് മേഴ്സി നാനെ കരയിപ്പിച്ചപ്പോ സമാധാനമായില്ലേ സാറേ? അവന്റെ ഭാവി നശിപ്പിക്കരുത് പ്ലീസ് സാറേ. എങ്ങനെയാ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. റിജു ഫെർണാണ്ടസ് തേങ്ങയാണ്, തേങ്ങ. നിന്നാണ്ടല്ലേ ഇടിച്ച് വാ മിസ്സിന്റെ അടുത്ത് സോറി പറയാ. നടക്കം വിട്. നീക്ക് എങ്ങോട്ട് റൈഡിച്ച് കളി പോകുന്നത്? മേഴ്സി നാൻ ദേഷ്യത്തിലായിരിക്കും. ഞാൻ അവിടെ ചെന്ന് മേഴ്സി നാനോട് കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ആക്കിയിട്ട് വിളിക്കും. അപ്പൊ കയറി വന്നോണം, മാപ്പ് പറഞ്ഞോണം. ഇവൻ പറയും. പറഞ്ഞ നിനക്ക് പറയാം. മിസ് മേഴ്സി നാൻ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് അത് സാറായിരിക്കണമെന്ന്. എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ്. നീ ഇപ്പൊ അത് സാർ അല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ്. അല്ല മിസ് മേഴ്സി നാൻ, ഞാൻ ഒന്നും പറയണ്ട. എനിക്കറിയാം എന്നെ ഇഷ്ടമാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് എന്നൊരു മഹാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ ഇല്ലേ ഉണ്ടോ? ഇല്ലേ ഇല്ലേ ഇല്ലേ? നിങ്ങൾക്ക് എന്താ കണ്ടില്ല? സോറി, ഞാൻ കണ്ടില്ല. മോളെ കാര്യം ചെയ്യും, ഇത് തുടച്ചെന്നിട്ട് പോയാ മതി. ഞാൻ അറിയാതെ പറയാതെ ഒന്നുമില്ല, ഇത് തുടച്ചെന്നിട്ട് പോയാ മതി. എനിക്കൊരു പ്രോജക്റ്റ് വർക്ക് ഉണ്ട്, ഒന്ന് മാറി ഞാൻ പോട്ടെ. പ്രൊജക്റ്റോ അസൈൻമെന്റോ എന്താന്ന് വെച്ച് ചെയ്തോ, പക്ഷെ ഇത് തുടച്ചെന്നിട്ട് പോയാ മതി. പോണ്ടേ?
പേടിയില്ല സുര, നീ കളത്തിലിറങ്ങിയാലല്ലേ ഹൃദയരഞ്ജനൊരു ത്രില്ലുള്ളൂ. നിനക്ക് ഹൃദയരഞ്ജൻ കുറെ നാളായി നീ തുടങ്ങിട്ട് നിന്റെ വീട്ടിൽ എന്നെ വിളിക്കുന്ന കിങ്ങിണിയല്ല ആർക്കോ കിങ്ങിണി നെഞ്ചത്ത് കളർ മതിക്കും. ഞാൻ കിങ്ങിണി ഇങ്ങനെ മാറും. കിങ്ങിണി മാറാനാണ് പറഞ്ഞത്. ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞാലേ മാറാൻ മാറും. കിങ്ങിണി അല്ല രഞ്ജ, ആ കുട്ടി നമ്മള് പണി കളിയാ. ഒരു തരി കളർ എഴുതാൻ ഞാൻ സമ്മതിച്ചില്ല. കണ്ടില്ലേ? എന്താ ചിരിക്കണേ? ഏയ് ഒന്നുമില്ല. ഏയ് ഒന്നുമില്ല. എന്തോണ്ടല്ലോ ഇയാളുടെ മുഖത്ത് ചിരിയൊക്കെ വരുമല്ലേ? ലൈലാസുറിന് ഓടി വരാണ്ടപ്പോ ഞാൻ കരുതി എന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള വരവാണെന്നാ. ആള് ഇത്ര ഉള്ളല്ലേ? അത് ഞാനും ഫിഫും കൂടി തമാശക്ക്. അല്ല, നിങ്ങൾ എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിച്ചിരിക്കായിരുന്നോ? കുറച്ച് സീരിയസ് ടോക്ക് ആയിരുന്നു. ലൈലാസുരൻ വന്നത് നന്നായി. ക്ലാര ഇന്ന് ലൈബ്രറി പോയില്ലേ? അത് അവിടുത്തെ ബുക്സ് മൊത്തം വായിച്ചു തീർത്താ. എന്തിനാ വീണ്ടും വരാനാണോ? പിന്നെ ബുക്കുമായിട്ട് അങ്ങോട്ട്? അയ്യോ, അത് ഞാൻ അറിയാണ്ട് തമാശക്ക്. ഒന്നും മറന്നിട്ടില്ലല്ലേ? ലൈലാസുറിനെ കുളിയൊക്കെ കഴിഞ്ഞ് എപ്പോഴാ വീട്ടിൽ പോകുന്നത്? അതിന് ആഘോഷം തുടങ്ങിയിട്ടില്ല. സമയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാല്ലേ. കുഴപ്പമില്ല, നടക്കട്ടെ നടക്കട്ടെ. അറിയാണ്ട് പറ്റിപ്പോയതാ. ശരി, എന്നാ കാണാം. എന്ത് പറ്റിയടാ? നിനക്കെന്താ ഭയങ്കര വിഷമം? എനിക്കൊരു സന്തോഷമില്ലടാ, ആകെ ഭയങ്കര സങ്കടം. ഫിജോ എന്തോ ഫിജോ, ഒരു മിനിറ്റ്. എന്താ മിസ്സേ? എന്നോട് സാർ എല്ലാം പറഞ്ഞു. ആ കവിതകളൊക്കെ ഫിജോ എഴുതിയതാണല്ലേ? അത് മിസ്സേ, ഞാനത് എനിക്ക് മിസ്സിനോട് അത് തുറന്നു. ഫിജോന്റെ ഈ തമാശകളാണ് എന്നെ സാറിനെ ഒരുമിപ്പിച്ചത്. അതുകൊണ്ട് ആ കവിതകളൊക്കെ ചേർത്തൊരു പുസ്തകമാക്കാൻ ഞാനും സാറും തീരുമാനിച്ചു. അതിന്റെ ആദ്യ കോപ്പി ഫിജോയ്ക്ക് തരാനാ ഞാൻ വന്നത്. നന്നായി എഴുതുന്നുണ്ട്, ഇനിയും എഴുതണം. അസൈൻമെന്റ് കൂടെ സ്വന്തമായിട്ട് എഴുതണോട്ടോ. ജൂജു ഫെർണാണ്ടസ്. നല്ല കവിതകളാ അയാളുടെ. ഹൃദയത്തിൽ കുന്തമുനകൾ പോലെ സ്പർശിക്കുന്ന വരികളാ. ഇരുത്തം വന്ന ഒരു കവിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി എഴുതണം കേട്ടോ. പൈസനെ പോയാലോ? കേറ്. ടീച്ചർക്ക് സ്പീഡ് കുഴപ്പമില്ലല്ലോ. ഏയ് പോട്ടെ. ഓക്കെ ഷിജോ, കാണാം. ഞാൻ ചിലപ്പോ 140 കിലോമീറ്റർ സ്പീഡിലൊക്കെ പൊക്കളേ. ഈ ബൈക്ക് കൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്റെ സ്പോർട്സ് മാൻ ഉണ്ട്. രാമാടാ, നീ ഇതിനെ എങ്ങനെ പതിപ്പിച്ചോണ്ടിരിക്കുക? നീ ഒന്ന് പോയി കുളിക്കേ. എന്നാ പാപ്പം വന്ന് കഴുകു, ഞാൻ പോയി കുളിക്കാം. രാവിലെ തന്നെ ഓരോരുത്തരന്മാരെ ഇറങ്ങിക്കോളും മനുഷ്യനെ മെനകെടുത്താൻ. ഒരു പണിയും മര്യാദ ചെയ്യാൻ സമ്മതിക്കൂലോ. അത് കഴിയുമ്പോഴേ ഇതും കൂടെ ഒന്ന് കഴുകി വെച്ചേ. എടലേ, നിനക്ക് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കൂടെ? ഇവിടെ ഒരു പരിപാടി നടക്കല്ലേ? മാറിക്കോളാം. ഇനി എപ്പോഴാ? ആരോട് പറയാൻ? നമുക്കുണ്ട് ബർത്ത്ഡേ. എന്ത് സർപ്രൈസ്? മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ആരാണാവോ? സർപ്രൈസ് ആണല്ലോ. അമ്മേ, തോർത്തെടുത്തോ? ക്ലാര, ലൈലാസറിന്റെ ഫ്രണ്ടാ. അവനാരെ വിളിക്കാനില്ലാന്ന് പറഞ്ഞിട്ട് ആ മോളകത്തേക്ക് വാ. അവൻ കുളിക്കാതെ നിൽക്കായിരുന്നു. മോളെ കണ്ടപ്പോ കുളിക്കാൻ ഓടിയിട്ടുണ്ട്. ക്ലാര, മോളിരിക്കേ. ആ ക്ലാര, പ്രോജക്റ്റ് കഴിഞ്ഞാ? ക്ലാര ചേച്ചി ഇരിക്കേ. പാപ്പ വാങ്ങിട്ട് നോക്കിയേ, എങ്ങനെയുണ്ട്? പുളിയായിട്ടില്ലേ? ആടത് ഞങ്ങളുടെ കോളേജിലുള്ളതാണ്. ഇതെന്നാ ചെങ്കുടിയോ?
ചെങ്കൊടി ഒന്നുമല്ല, ഒരു സക്കാവിന്റെ കേക്കാകുമ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കണം. ഹായ് നല്ല കമ്മലാണല്ലോ. എടുക്കാതിരിക്കാനുള്ള ഓരോ ഡൈപ്പുകളേ. മോളുടെ പേരെന്താ? ഇന്ദിരാമാണ്. ചേച്ചിനെ അടുക്കുന്ന മതി. ചേച്ചി സ്കൂട്ടറിൽ ഇവിടെ വന്നിരുന്നോ? എവിടെയോ കണ്ട മതി. എന്റെ പൂപ്പന്റെ ജിമ്മിക്ക് കമ്മൽ. Happy birthday to you. Happy birthday to you. Happy birthday